ഇനിയും നമുക്ക് ഈ ഭാഗവത ധ്യാനത്തിലൂടെ എട്ടാമത്തെ സ്കന്ധത്തിലെ അവസാനത്തെ അധ്യായത്തിലെ കഥയെക്കുറിച്ചാണ്, ആശയത്തെക്കുറിച്ചിട്ടാണ് വിശകലനം ചെയ്യുവാൻ ആയിട്ടുള്ളത്. അവിടെ മത്സ്യാവതാരത്തിന്റെ ആവശ്യകതയും അതിൻ്റെ പ്രത്യേകതയുമൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആ അധ്യായത്തിലെ ഭാഗങ്ങളെക്കുറിച്ച് വിചാരം ചെയ്യുവാനായിട്ട് ആരംഭിക്കാം. അതായത് ഈ വാമനാവതാരത്തില് ഭഗവാൻ പെട്ടെന്ന് വളർന്ന് വിശ്വരൂപമെടുത്തു എന്നുള്ള ആ ചരിത്രത്തെ, സംഭവത്തെ ശ്രവിച്ചപ്പോൾ പരീക്ഷത്തിന് ആ മത്സ്യാവതാര കഥയെയും ഓർമ്മ വരികയാണ് ചെയ്തത്. അപ്പോ ആ മത്സ്യാവതാര കഥ വിശദമായിട്ട് എനിക്ക് ഉപദേശിച്ചു തരണം എന്നും ശ്രീ പരീക്ഷിത്ത് ശുകബ്രഹ്മർഷിയോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ നമ്മള് ഭഗവാന്റെ വാമന രൂപം പെട്ടെന്ന് അലോകമാസകലം വ്യാപിച്ച് മുന്നിലേക്ക് വളർന്നു എന്നുള്ളത് ഏറെക്കുറെ പൗരാണികമായിരിക്കുന്ന ആശയ സമ്പത്തുകള് അറിഞ്ഞു വെച്ച എല്ലാവരും പെട്ടെന്ന് ഓർക്കുന്ന ഒരു സംഭവമാണ്. എന്നാൽ ഈ മത്സ്യാവതാരത്തിലും അപ്രകാരം തന്നെ ഭഗവത് അവതാരത്തിന് ശേഷം അത് നിമിഷം പ്രതി വളർന്നു വലുതാവുകയാണോ ചെയ്തത് എന്നുള്ളത് എല്ലാവരും ഓർത്ത് വെച്ചുകൊള്ളണം എന്നുള്ളത് നിർബന്ധമല്ല. എന്നവിടെ ശ്രീ പരീക്ഷിത്ത് ജിജ്ഞാസുവാണ്. ജിജ്ഞാസു ആയതുകൊണ്ട് തന്നെ സമാനമായിരിക്കുന്ന ഒരു അവതാരത്തിന്റെ ആ ആശയം അറിയുവാൻ സാധിച്ചപ്പോ അതേ രൂപത്തിൽ അവതരിച്ച മത്സ്യാവതാരമാണ് ആദ്യമുണ്ടായതെന്നാണ് നമ്മളെല്ലാവരും ധരിച്ചു പോരുന്നത്. അപ്പൊ ആ മത്സ്യാവതാര കഥ ഈ സന്ദർഭത്തിൽ താനൊന്ന് മനസ്സിലാക്കുന്നത് എല്ലാം കൊണ്ടും നന്നായിരിക്കുമെന്നാണ് ശ്രീ പരീക്ഷത്തിന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷിത് മഹാരാജാവ് ആ കഥയെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോ ബ്രഹ്മർഷി അത് വിശദീകരിക്കുവാനായിട്ട് പോവുകയാണ്. നമ്മുടെ ദ്രാവിഡ ദേശങ്ങളെ മുമ്പ് ഭരിച്ചിരുന്നത് സത്യവ്രതൻ എന്നൊരു രാജാവായിരുന്നു. ആ സത്യവ്രതൻ എന്ന് പറയുന്ന രാജാവ് വളരെ ധാർമ്മികമായ രീതിയിൽ തന്നെ രാജപരിപാലനം ചെയ്തു പോകും. ധർമ്മമനുസരിച്ച് രാജ്യം ഭരിക്കുമ്പോൾ അവരുടെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം എന്നുവെച്ചാൽ വേദം നമ്മളോട് വിധിച്ചിരിക്കുന്നതിനെ ആചരിക്കുകയും നിഷേധിച്ചിരിക്കുന്നതിനെ ആചരിക്കാതിരിക്കുകയും ചെയ്യുകയാണ് ഒരു ധർമ്മനിഷ്ഠയുള്ള ഭരണാധിപൻ ചെയ്യുക. അപ്പൊ വേദത്തിന്റെ താല്പര്യം അത് ഗുരുക്കന്മാർ നമുക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ് അത് നമുക്ക് എന്നും എക്കാലത്തും പ്രമാണയോഗ്യമായിട്ടിരിക്കുന്നത്. അപ്പോ അനന്തകാലങ്ങളുടെ അനാദിയായിരിക്കുന്നൊരു പഴമയെ നമുക്ക് വേദത്തിനും നമ്മുടെ തത്വസംഹിതകൾക്കും പറയുവാൻ സാധിക്കും. എങ്കിലും അന്നു കണ്ടതിനു വാഴ്ത്തുന്നു മാമുനികൾ എന്ന് കേട്ടിട്ടില്ലേ? എന്നുവെച്ചാൽ വർത്തമാനകാലത്തിന്റെ പശ്ചാത്തലമനുസരിച്ച് നമ്മുടെ വേദസമ്പത്തുകളെ എങ്ങനെ ആക്കാം എന്ന് വർത്തമാനകാലത്തിൽ ജീവിതം തുടരുന്ന എന്താ പറയുക, ആശയഗംഭീരനായിരിക്കുന്ന ഒരു സാധുവിൽ നിന്നും, സന്യാസിയിൽ നിന്നും, ധർമാചാര്യനിൽ നിന്നും
ആശയം വ്യക്തമായി അറിഞ്ഞതിന് ശേഷം വേണം നമ്മൾ നിയമനിർമ്മാണ പുനഃസംവിധാനം ആലോചിക്കുക. ഇവിടെ ശാസ്ത്രത്തിന്, ഭൗതികമായ ശാസ്ത്രത്തിന് അനേക തരത്തിലുള്ള വളർച്ചയും വികാസവും മുന്നിലേക്ക് ഒത്തിരിയുണ്ട്. എന്നാൽ ആത്മീയമായ ശാസ്ത്രത്തിന് വാസ്തവത്തിൽ വളർച്ചയോ തളർച്ചയോ വികാസമോ ഒന്നും വാസ്തവത്തിൽ ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. കാരണം ആത്മാവിൽ ഏകരസമായിരിക്കുന്ന ഏകം ഏവ അദ്വിതീയം ബ്രഹ്മ എന്നറിയിപ്പിച്ചിരിക്കുന്ന ഏകമായിരിക്കുന്ന ആത്മവസ്തുവിൽ അന്തർമുഖമായി ആത്മാരാമ പദവിയിൽ സച്ചിത് സുഖം പരമഗതി തുരീയം എന്ന് പറയുന്ന ആ നമ്മുടെ നിജം സ്വന്തം ആ ആത്മസ്വരൂപത്തിൽ അമർന്നിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിന്റെ നിർദ്ദേശമാണ് വാസ്തവത്തിലെ ആത്മീയത. എന്നാൽ അപ്പൊ അതിൽ കൂടുതൽ പരിഷ്കാരത്തിന്റെ ഒന്നും ആവശ്യകത സത്യത്തിൽ വരുന്നില്ല. എങ്കിലും എന്താ പറയാ, ആശ്രമ ജീവിത ചര്യകളിൽ ഇപ്പൊ നമ്മുടെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, പിന്നെ ഈ 4 ആശ്രമത്തിന് പുറത്തും അതിലുൾപ്പെടാതെയും പലരും ജീവിതം തുടരുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഏത് രീതിയിൽ ധർമ്മം ആചരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിന് ഒരു തീർപ്പ് കൽപ്പിക്കുവാൻ എന്താ പറയുക, ആ മൂഢവിശ്വാസങ്ങളിലും മുൻപതികളിലും യാതൊരു പ്രലോഭനങ്ങളിലും വ്യതിചലിക്കാത്ത, പരിഭ്രമം തെല്ലുമില്ലാത്ത നിർഭയനായിരിക്കുന്ന ഒരു സന്യാസിക്ക് മാത്രമേ അതിൽ ആവശ്യമായിരിക്കുന്ന ഒരു പരിവർത്തനം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം നമുക്ക് നൽകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എന്ത് തന്നെയാകട്ടെ, ഇവിടെ നമ്മുടെ സത്യവ്രതൻ എന്ന് പറയുന്ന രാജാവ് ധർമ്മനിഷ്ഠനായതുകൊണ്ട് തന്നെ എന്താണ്, ക്ഷത്രിയരായിരുന്നുവല്ലോ ഭരണം നടത്തിയിരുന്നത്, ക്ഷാത്രവീര്യമുള്ളവർ. അപ്പൊ അവരുടെ ക്ഷാത്രവീര്യം നിലനിൽക്കുവാനുമായിട്ട് അവരും ഉപാസനകളും അതുപോലെ നമ്മുടെ സന്ധ്യാവന്ദനങ്ങളും ഒക്കെ ആചരിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു നാളില് സന്ധ്യാവന്ദനം ചെയ്യുവാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ കൃതമാല എന്ന നദിയിലേക്ക് പോകുകയുണ്ടായി. അപ്പൊ കൃതമാല എന്ന് പറയുന്ന നദിയിൽ ഇറങ്ങി വിധിപ്രകാരം സ്നാനമെല്ലാം നിർവഹിച്ചതിന് ശേഷം സന്ധ്യാവന്ദനം ചെയ്യുവാനായിട്ട് എന്താണ് ആ ജലതീർത്ഥം കയ്യിലെടുക്കുകയാണ്. അതായത് ഗംഗയിൽ നിന്ന് തീർത്ഥമെടുത്ത് ജലമെടുത്ത് അല്ലെ ഗംഗയിലേക്ക് തന്നെ, നമ്മളിപ്പോ ഗംഗയിൽ നിന്ന് എടുത്തു, ഇത് ഗംഗയിലേക്ക് തന്നെ നമ്മൾ അതിൻ്റെതായിരിക്കുന്ന സ്ഥാനങ്ങളിലൂടെ നമ്മൾ ആ തർപ്പണം ചെയ്യുന്നതിനെയാണ് വാസ്തവത്തിൽ തർപ്പണം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ തർപ്പണം ചെയ്യുവാനായിട്ട് അദ്ദേഹം ആ ജലം അങ്ങോട്ട് കയ്യിലെടുത്തപ്പോ എന്ത് സംഭവിച്ചു, ആ രാജാവിന്റെ കയ്യിൽ ഒരു ചെറിയ മത്സ്യം പെട്ടതായിട്ട് രാജാവിന്റെ ദൃഷ്ടിയിൽ പെടുകയാണ്. ഇത് മത്സ്യ അവതാരമാണ് എന്നുള്ളത് വാസ്തവത്തിൽ രാജാവ് അറിയുന്നില്ല. പക്ഷെ നമ്മൾ സപ്താഹയജ്ഞമൊക്കെ നടത്തുമ്പോൾ ഈ സാഹചര്യത്തിലാണ് ഭഗവാൻ ആരതിയും പൂജയും ഒക്കെ മത്സ്യസ്വരൂപിയായിരിക്കുന്ന അവതാരത്തിന്റെ നൈവേദ്യങ്ങളും അതുപോലെ തന്നെയുള്ള എന്താ പറയാ മാലിന്യങ്ങളും ഒക്കെ കാണിച്ച് അദ്ദേഹത്തിന് ആരാധന പൂജ ചെയ്യുന്നത് ആ സന്ദർഭത്തിലാണ്. എന്തായാലും ഇവിടെ രാജാവ് അങ്ങനെ ഒരു മത്സ്യം തന്റെ കയ്യിൽ പെട്ടപ്പോ രാജാക്കന്മാര് സർവഭൂതങ്ങളിലും ഈ സന്യാസിമാരെ പോലെ തന്നെ ദയയുള്ളവരും ആയിരിക്കണം, അല്ലെങ്കിൽ ആയിരിക്കും. അപ്പൊ അവർ അസ്ഥാനത്ത് ആവശ്യമില്ലാതെ ജീവികളെ ഒന്നും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യുകയില്ല. അപ്പൊ ആ മത്സ്യത്തെ എന്ത് ചെയ്തു, ആ നദിയിൽ തന്നെ അങ്ങോട്ട് ഉപേക്ഷിക്കുകയാണ്. അപ്പൊ നദിയിലേക്ക് തന്നെ മത്സ്യത്തെ ഉപേക്ഷിച്ചപ്പോഴോ ആ മത്സ്യം അപ്പോ സംസാരിക്കുവാൻ ആരംഭിച്ചു.
രാജാവിനെ തന്നെ വളരെ അതിശയമായിട്ട് തോന്നി. കാരണം ഇതിനു മുമ്പ് ഇന്നവരെ താൻ ഒത്തിരി ദിവസമായി ഇങ്ങനെ സ്നാനം, സന്ധ്യാവന്തനം ഇതൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇതേവരെയും ഒരു മത്സ്യം തന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അപ്പൊ കൗതുകത്തോടു കൂടിയിട്ട് ശ്രവിച്ചപ്പോ എന്താണ് ആ മത്സ്യം പറയുന്നത്? മഹാരാജൻ എന്നെ രക്ഷിക്കണമേ, ഞങ്ങൾ മത്സ്യങ്ങള് ജ്ഞാതികാദികളാണ്. എന്താണ് ജ്ഞാതിഘാതികൾ? എന്നുവെച്ചാൽ വലിയ മത്സ്യങ്ങള് ചെറിയ മത്സ്യങ്ങളെ തിന്നുകളയും. അതാണ് ജ്ഞാതികാദികൾ എന്ന് പറഞ്ഞത്. ഇല്ല, ഇവിടെ മനുഷ്യർ വാസ്തവത്തിലെല്ലാം തിന്നും, അത് വേറെ കഥ. മനുഷ്യനെ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം കിട്ടിയാൽ ആഹരിക്കും, ഭക്ഷണമായിട്ട് ആഹാരമായിട്ട് സ്വീകരിക്കും, കഴിക്കും. അവിടെ ഈ മത്സ്യം ഈ നദിയിൽ നിന്നും തന്നെ രക്ഷിക്കുവാൻ വേണ്ടി പറയുന്ന കാര്യം എന്താണ്? ഞാനിപ്പോ ചെറിയ മത്സ്യമാണ്, അപ്പൊ എന്നേക്കാൾ വലിയ മത്സ്യങ്ങളെ ഈ നദിയിൽ ഒത്തിരിയുണ്ട്, അവരെന്നെ പിടിച്ച് തിന്നും, വർഗത്തെ തിന്നും. അതാണ് ജ്ഞാതികാദികൾ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി, പ്രാണരക്ഷയ്ക്ക് വേണ്ടി, ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങയെ ശരണം പ്രാപിക്കുകയാണ്, എന്നെ രക്ഷിക്കണം. ഇത് കേട്ടപ്പോ മഹാരാജാവ് അതിന് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. കാരണം അതിൽ കൗതുകം തോന്നി. എന്തായാലും സംസാരിക്കുന്ന ഒരു മത്സ്യക്കുട്ടി, ആ മത്സ്യക്കുട്ടി പറയുന്നതിലും കഥയില്ലാതെയില്ല. കാരണം വലിയ മത്സ്യങ്ങൾ കണ്ടാൽ ചെറിയ മത്സ്യത്തെ തിന്നും എന്നുള്ളത് അന്നും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോ ആ സംസാരിക്കുന്ന മത്സ്യം പറയുന്നതിൽ ഒരു വിപരീത ബുദ്ധി, സംശയ വിപരീയൊന്നും രാജാവിന് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ രാജാവ് എന്ത് ചെയ്തു? ആ മത്സ്യത്തെ തന്റെ കമണ്ടവിലാക്കിയിട്ട് തന്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു പോവുകയാണ്. കൊട്ടാരത്തിലെത്തിയ സമയം കൊണ്ട് എന്താണ്, ആ മത്സ്യം കമണ്ടലുവിൽ ഒതുങ്ങാതെ വളർന്നു കഴിഞ്ഞിരിക്കുക. മത്സ്യം പറഞ്ഞു, എന്താ മഹാരാജൻ, അങ്ങനെ സംരക്ഷിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ, എന്താ എനിക്കുള്ള താമസ സ്ഥലം ഇത് പോരല്ലോ, എന്നെ രക്ഷിക്കണം എന്ന് വീണ്ടും പറയുകയാണ്. ഇപ്പൊ രാജാവിന് ഇത്രയാലും അതിശയം മാത്രമേ ഉണ്ടല്ലോ, ആശ്ചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുറേശ്ശെ പരിഭ്രമം കൂടി അങ്ങനെ ഉണ്ടാവാൻ തുടങ്ങി. കാരണം ഇതിനു മുമ്പ് ശ്രദ്ധയിൽ ഇങ്ങനെ പെട്ടിട്ടില്ല. അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മത്സ്യം ഉണ്ടായിട്ടുണ്ടോ? ശ്രദ്ധയിൽ ഉണ്ടായിട്ടില്ല, പെട്ടിട്ടില്ല. അപ്പൊ ഉടനെ രാജാവ് എന്ത് ചെയ്തു? ആ മത്സ്യത്തെ കൊട്ടാരത്തിലെ സാമാന്യം തിരക്കേടില്ലാത്ത ഒരു കിണറ്റിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് സ്ഥാപിക്കുകയുണ്ടായി. ആ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ എന്താണ്, ആ കിണറ് നിറച്ചും ആ മത്സ്യമാണ്. അവിടെയും ഒതുങ്ങാതെ അതങ്ങനെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുക. അപ്പൊ അത്ഭുതത്തോടു കൂടിയിട്ട് രാജാവ് എന്ത് ചെയ്തു? അതിനെ ആ കൊട്ടാരത്തിൽ ഉള്ള, അതായത് രാജസന്നിധിയിലുള്ളൊരു കുളത്തിൽ തന്നെ പിന്നെ കൊണ്ടുചെന്ന് ഇടുകയുണ്ടായി. കുറച്ചു കഴിഞ്ഞപ്പോ എന്താണ്, അത് വീണ്ടും ആ കുളവും നിറഞ്ഞു കവിഞ്ഞ് വലിയ മത്സ്യമായിട്ട് തീർന്നു. ആ കുളത്തിലും അതിനെ താമസിക്കുവാനുള്ള ആകാശം, അവകാശം, സ്ഥലം ഇല്ലാതെ. രാജാവ് വളരെ സന്തോഷത്തോടും അത്ഭുതത്തോടും കൂടിയിട്ട് പിന്നീട് അതിന് ഒരു സരസിൽ, ഒരു നദിയിലിട്ട് നോക്കുന്നുണ്ട്. അവിടെയും ആ മത്സ്യം വളർന്ന് വലുതാവുകയുണ്ടായി. അപ്പൊ അവിടെയും അത് ഒതുങ്ങാതെ വന്നപ്പോ രാജാവ് എന്ത് ചെയ്തു? ആ മത്സ്യത്തെ പിടിച്ച് സമുദ്രത്തിൽ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് നിക്ഷേപിക്കാൻ ശ്രമിച്ചു. അപ്പോഴോ മത്സ്യം പറഞ്ഞു, ഹേ മഹാരാജാവേ, എന്നെ കണ്ടാൽ കുറെ വലുപ്പം തോന്നുമെങ്കിലും ഞാൻ ചെറിയ കുട്ടിയാണ്. ശരിയല്ലേ? ഇപ്പൊ രാജാവിന്റെ കയ്യിൽ പെട്ടതാണ്. ഇതിപ്പോ ഒറ്റ ദിവസത്തില് ഏതാനും മുഹൂർത്തങ്ങൾ കൊണ്ട്, നാഴികകൾ കൊണ്ട് സംഭവിച്ച കാര്യങ്ങളായി പറഞ്ഞത്. ഇപ്പൊ നമ്മളിവിടെ കേട്ടപ്പോ ഒത്തിരി സമയം പറഞ്ഞെങ്കിലും ഇതൊക്കെ നൊടിയിടയിൽ നിന്ന കാര്യങ്ങളാ. അപ്പൊ അത് രാജാവിനും അറിയാം. അപ്പൊ രാജാവിനും ആ മത്സ്യം പറയുന്നത് അങ്ങനെ അങ്ങോട്ട് പൂർണ്ണമായിട്ടും അവഗണിക്കാൻ സാധിച്ചില്ല. കാരണം ഇപ്പൊ എന്നെ കണ്ട, എന്റെ ശരീരമൊക്കെ കണ്ട, രൂപം ഭാവമൊക്കെ കണ്ട ഞാൻ വലിയൊരു മത്സ്യമാണെന്ന് അങ്ങേക്കും എല്ലാവർക്കും തോന്നും. എന്നാലേ
ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല, ഞാൻ ചെറിയ കുട്ടി തന്നെ ഇപ്പോഴും. അതുകൊണ്ട് ഈ സമുദ്രത്തിലുള്ള വലിയ തിമിംഗലങ്ങളുണ്ടല്ലോ, അതെന്നെ കൊന്ന് തിന്നുകളയും. അതുകൊണ്ട് അങ്ങ് എന്നെ ഈ സമുദ്രത്തിൽ ഉപേക്ഷിച്ചിട്ട് പോകുവാൻ പാടുകയില്ല എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോ രാജാവിന് തോന്നി, ഇതിപ്പോ ഇന്നലെ വരെ കണ്ടതൊന്നുമല്ല ഇപ്പൊ കഥ ആരംഭിക്കുന്നേ ഉള്ളൂ. കാരണം താൻ എവിടെയൊക്കെ സ്ഥാപിച്ചോ അവിടെയെല്ലാം വളർന്ന് വലുതാവുകയുണ്ടായി. അപ്പൊ ഇത് രണ്ടാമത് അങ്ങയെ ഒന്ന് അനുഗ്രഹിക്കുക കൂടി ചെയ്യാം. അങ്ങ് ധർമ്മമനുസരിച്ച്, നീതി അനുസരിച്ച്, നിയമവ്യവസ്ഥയനുസരിച്ച്, നമ്മുടെ ധർമ്മ സംസ്കാരമനുസരിച്ച് രാഷ്ട്രഭരണം നടത്തുന്ന ഒരു രാജാവാണല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങേ ഒന്ന് ദർശനം നൽകി അനുഗ്രഹിച്ച് കൃതകൃത്യനാക്കുവാൻ കൂടി വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ഈ അവതാരം. ഇനി അങ്ങയോട് ഞാൻ വേറെ ഇനി സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ പറയുകയാണ്. ഇന്ന് തൊട്ട് 7ാമത്തെ ദിവസം പ്രളയമാണ് ഉണ്ടാവാൻ പോകുന്നത്. ഈ സമുദ്രങ്ങളെല്ലാം ഒന്നായി തീർന്ന് ഭൂമി മുഴുവനും വെള്ളത്തിലായിട്ട് അങ്ങോട്ട് മുങ്ങും. ആ സമയത്ത് സപ്തർഷികൾ കയറിയൊരു തോണി അങ്ങയുടെ അടുക്കൽ വരും. ആ തോണിയിൽ അങ്ങ് കയറി ഇരുന്നതിന് ശേഷം അങ്ങ് എന്ത് ചെയ്യണം? എന്നെ ഇപ്പൊ ഈ കാണുന്ന രൂപത്തിൽ അങ്ങ് ധ്യാനിക്കണം, സ്മരിക്കണം. അപ്പോൾ ഞാൻ അങ്ങേക്ക് ദർശനം നൽകി അനുഗ്രഹിക്കുന്നതായിരിക്കും. മാത്രമല്ല, അങ്ങനെ അങ്ങയുടെ മുമ്പിൽ പ്രത്യക്ഷമാവുന്ന മത്സ്യരൂപിയായ എന്റെ കൊമ്പില് അങ്ങ് ആ തോണിയെ ബന്ധിക്കണം. അങ്ങനെ തോണിയും വലിച്ചുകൊണ്ട് ഞാൻ വെള്ളത്തിൽ കളിക്കുമ്പോൾ അങ്ങേക്ക് വേണ്ടതായിരിക്കുന്ന ആത്മോപദേശത്തെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. ഇത്രയും രാജാവിനോട് പറഞ്ഞ ശേഷം മത്സ്യമൂർത്തി അവിടെ അന്തർധാനം ചെയ്യുകയും ചെയ്തു. അപ്പോ സത്യവ്രത മഹാരാജാവിന് തന്റെ ജീവിത ദൗത്യത്തില്, ജീവിത ധർമ്മത്തില്, ജീവിതാചാരത്തില് അത്യധികം ആത്മാഭിമാനം തന്നെ ഉണ്ടായി. സാക്ഷാൽ ഈശ്വരൻ രൂപമെടുത്ത് തന്റെ മുമ്പിൽ വന്ന് വരാൻ പോകുന്ന ആപത്തിൽ നിന്നും ഭൂമിയെ രക്ഷിക്കുവാനുള്ള ഉപായം ഉപദേശിച്ച് പോയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാന്
നല്ലതുപോലെ സ്തുതിച്ചതിന് ശേഷം അങ്ങനെ എന്താണ് ആ സത്യവ്രത മഹാരാജാവ് ദിവസങ്ങൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ 7ാമത്തെ ദിവസം എത്തുകയുണ്ടായി. 7ാമത്തെ ദിവസം പ്രളയം ആരംഭിക്കുകയും ചെയ്തു. അപ്പൊ പ്രളയജലത്തില് മത്സ്യമൂർത്തി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അപ്പോ ആ സപ്തർഷികളോട് കൂടിയിട്ട് തോണിയിൽ രാജാവ് കയറുകയും അപ്രകാരം മത്സ്യമൂർത്തിയുടെ കൊമ്പില് തോണി ബന്ധിക്കുകയും ചെയ്തു. മഹാരാജാവ് മത്സ്യമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ നല്ല രീതിയിൽ സ്തുതിക്കുന്നുണ്ട്. ഏതൊരു ഭഗവാന്റെ പ്രസാദം കൊണ്ട പ്രസാദത്തിന്റെ 10,000-ന്റെ ഒരു അംശത്തിന്റെ കണിക പോലും ബാക്കിയുള്ള ദേവന്മാരും അതുപോലെ ആളുകളും ഒത്തുചേർന്ന് പ്രസാദിച്ചാലും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഗുരുകാരുണ്യമുള്ള ഒരു മഹാത്മാവിന് മാത്രമേ ഈ യാഥാർത്ഥ്യം ബോധിക്കുവാൻ സാധിക്കൂ. എന്തായാലും ലോകത്തിലെ എല്ലാ മഹിമകളെക്കാളും വലിയ മഹിമ അവിടുത്തെ അനുഗ്രഹം തന്നെയാണ്. ഈശ്വരീയമായ, അനിർവചനീയമായ, അദൃശ്യത്തിലും ദൃശ്യത്തിലും സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ അനുഗ്രഹം മാത്രമാണ് എന്ന് ഗൗരവമുള്ള ആശയങ്ങളോട് കൂടിയിരിക്കുന്ന ഒരു വലിയ സ്തുതി തന്നെയാണ് അവിടെ സത്യവ്രത മഹാരാജാവ് ആ ഭഗവാനെ ചെയ്യുന്നത്. പിന്നീട് മത്സ്യമൂർത്തിയുടെ ആ അനുഗ്രഹം കൊണ്ട് സത്യവ്രത രാജാവ് പിന്നത്തെ മന്വന്തരത്തിലെ ശ്രാദ്ധദേവൻ അല്ലെങ്കിൽ വൈവസ്വതൻ എന്ന പേരുള്ള മനുവായിട്ട് തീരുകയും ചെയ്തു എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ എട്ടാമത്തെ സ്കന്ധത്തിലെ കഥകൾ അവസാനിക്കുന്നത്. ഇപ്പൊ നമ്മളിവിടെ 8ാമത്തെ സ്കന്ധത്തിലെ കഥകൾ പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ നമ്മളിവിടെ ഈ 8ാമത്തെ സ്കന്ധത്തിലെ വിഷയം മന്വന്തരമാണ്. അപ്പൊ മന്വന്തരം എന്ന് പറയുന്നത് മന്വന്തരാണി സദ്ധർമ്മ, അല്ലെ? മന്വന്തരം എന്ന് പറയുന്നത് സദ്ധർമ്മമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ സത്കർമ്മം, ഓരോ മനുവിന്റെ കാലത്ത് നടന്നിരിക്കുന്ന സദ്ധർമ്മങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ 8ാമത്തെ സ്കന്ധത്തിൽ പ്രധാനമായിട്ടും പരാമർശിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മത്സ്യാവതാരം കഥ അതീത കൽപ്പത്തില് നടന്ന കഥയാണ്. അപ്പൊ ഇവിടുത്തെ രക്ഷ, ഇവിടുത്തെ സദ്ധർമ്മം എന്ന് ദ്രവ്യമൂലരക്ഷയും ജ്ഞാനമൂലരക്ഷയുമാണ്. ദ്രവ്യം, ലോകപദാർത്ഥങ്ങളിൽ ഈ ലോകം, നമ്മുടെ പ്രപഞ്ചം നശിക്കാതിരിക്കുവാൻ ഉള്ള ബീജം, വിത്തുകളും അതുപോലെയുള്ള പദാർത്ഥങ്ങളും അങ്ങനെയുള്ള ദ്രവ്യങ്ങളെ ഈ തോണിയിൽ വെച്ച് ഭഗവാൻ അവിടെ രക്ഷിക്കുകയുണ്ടായിട്ടുണ്ട്, നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുകയുണ്ടായിട്ടുണ്ട്. പിന്നെ ജ്ഞാനമൂലരക്ഷയും, നമ്മുടെ ഒത്തിരി ഗ്രന്ഥങ്ങളും അറിവുകളും ആ പ്രളയത്തിൽ നശിച്ചു പോകാതെ ഭഗവാൻ സംരക്ഷിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ദ്രവ്യമൂലരക്ഷയും ജ്ഞാനമൂലരക്ഷയുമാകുന്ന സദ്ധർമ്മമാണ് ഈ മത്സ്യാവതാരം കഥയിലൂടെ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ കൽപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മദേവന്റെ ഒരു ദിവസത്തെയാണ് കൽപ്പം എന്ന് പറയുന്നത്. അപ്പൊ ബ്രഹ്മദേവനെ സംബന്ധിച്ച് ഇതെന്താണ്? കഴിഞ്ഞ ദിവസം നടന്ന കഥയാണ്. നമ്മെ സംബന്ധിച്ചോ അനേകം യുഗങ്ങളും യുഗാന്തരങ്ങളും അതുപോലെയുള്ള എത്രയോ കോടി ദിവ്യ വർഷങ്ങൾ അങ്ങോട്ട് കടന്നുപോയിരിക്കുന്നു. ഇപ്പൊ ഈ മത്സ്യാവതാര കഥയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ ബ്രഹ്മദേവനെ സംബന്ധിച്ച് എന്താണ്? നമ്മളത് ഇന്നലെ രാത്രി കടന്നുറങ്ങി, ഇന്ന് എഴുന്നേറ്റപ്പോ എങ്ങനെ എന്നതുപോലെ ഇന്നലെ നടന്ന സംഭവമാണ്.
അതിനെ നൈമിത്തിക പ്രളയമായിട്ടാണ് പറയുന്നത്. നമ്മുടെ ഉറക്കത്തെയോ മനുഷ്യരുടെ ഉറക്കത്തെയോ അതിനെ അനിത്യപ്രളയവുമായിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ദിവസവും നമ്മളും പ്രളയത്തിൽ അകപ്പെടുന്നുണ്ട്. ഈ പ്രളയത്തിൽ നിന്ന് ശ്വാസം നിലനിർത്തി മുന്നോട്ട് തിരിച്ചു പോരുക എന്നുള്ളത് എല്ലാവർക്കും അത്ര പെട്ടെന്ന് ഉറപ്പുള്ള കാര്യമൊന്നുമല്ല. ചിലപ്പോൾ ആ ഉറക്കത്തോടുകൂടി തന്നെ അങ്ങോട്ട് വലിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പ്രാണനിലേക്ക് ലയിക്കുകയൊക്കെ ചെയ്യാം. എന്തായാലും നമ്മുടെ പ്രളയത്തെ, നമ്മുടെ ഉറക്കത്തെ അനിത്യപ്രളയമെന്നും അതുപോലെ ബ്രഹ്മദേവന്റെ ഉറക്കത്തെ നൈമിത്തിക പ്രളയമെന്നുമാണ് പറയുന്നത്. അങ്ങനെ ബ്രഹ്മാവും അതുപോലെ എല്ലാ സൃഷ്ടികളും ലയിക്കുന്നതിനെ നമ്മൾ പ്രാകൃതിക പ്രളയം എന്നും പറയാണ്. അതാണ് 3 പ്രളയം: നൈമിത്തിക പ്രളയം, പ്രാകൃതിക പ്രളയം, പിന്നെന്താണ് അനിത്യപ്രളയം. ഇനി ആത്യന്തികമായിട്ടുള്ളൊരു പ്രളയമുണ്ട്. ആ പ്രളയം സത്യമാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് നമുക്കൊക്കെ വാസ്തവത്തിലെ മർത്തി ജന്മം ലഭിച്ചിരിക്കുന്നത്. അതെന്താണ്? ആത്യന്തികമായിരിക്കുന്ന പ്രളയത്തെയാണ് മോക്ഷം എന്ന് പറയുന്നത്. മോഹസ്യ ക്ഷയമാണ് മോക്ഷം. നമുക്ക് എല്ലാ കാമനകളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നുള്ള ആ മനസ്സിന്റെ പരിപൂർണ തൃപ്തി അല്ലെങ്കിൽ വിരക്തി, അതിൽ നിന്നുള്ള മോചനം, അതാണ് മോക്ഷം. അങ്ങനെ ആ മോക്ഷ നിലയിൽ നമ്മൾ എത്തുമ്പോഴോ അതിനെ നമുക്ക് ആത്യന്തിക പ്രളയം എന്നും പറയാം. അപ്പൊ അവിടെ ഈ ദിനരാത്രങ്ങൾ, ഇവിടെ ബ്രഹ്മദേവന്റെ കഴിഞ്ഞ കഥ എന്ന് പറയുന്ന രീതിയിലുള്ള ഇന്നലെയും ഇന്നും നാളെയും ഇല്ലാത്ത മനസ്സിന്റെ നിലയാണ്, ബോധമുള്ള മനസ്സിന്റെ നിലയാണ് വാസ്തവത്തിലെ മോക്ഷം. അവിടെ ഭൂതകാലവുമില്ല, വർത്തമാനകാലവുമില്ല, ഭാവികാലവുമില്ല. കാലത്തിന്റെയും ദേശത്തിന്റെയും കാരണത്തിന്റെയും യാതൊന്നിന്റെയും ബോധമില്ലാത്ത, ബാധയില്ലാത്ത, നിത്യശുദ്ധ ബുദ്ധമായിരിക്കുന്ന സത്യം എന്തോ ആ പരമതത്വത്തില് അമർന്നിരിക്കുന്ന ആത്മ അവസ്ഥയാണ് വാസ്തവത്തിലെ മോക്ഷം. എന്തായാലും പിന്നെ ഇവിടെ അപ്പൊ ഈ വേദം എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മദേവന്റെ ശബ്ദമാണ്. ഇവിടെ കൃതമാലാ നദിയിലാണ് ശബരി എന്ന് വെച്ച മത്സ്യം അവതരിച്ചത്. അപ്പൊ ഇവിടെ ജ്ഞാതിജാതികൾ എന്ന് മത്സ്യത്തെ പറയാണ്ടായി. എന്താണ്? അപ്പൊ അത് വർഗത്തെ തിന്നത് എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ മനുഷ്യരല്ല ഇപ്പൊ സൂചിപ്പിക്കേണ്ടായി, കഥ പറയുമ്പോൾ തന്നെ സൂചിപ്പിക്കേണ്ടായി. ഇതിപ്പോ നമ്മൾ ആശയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ മനുഷ്യരല്ലാത്തവരെല്ലാം തിന്നും. ഇന്നവിടെ മത്സ്യം അങ്ങനെയല്ല. അവര് സ്വർഗത്തിൽപ്പെട്ടവരെ വലിയ വലിയ മത്സ്യങ്ങൾ ചെറിയ മത്സ്യങ്ങളെ തിന്ന് ജീവിക്കുകയാണ്. ഇരിക്കട്ടെ. എന്തായാലും ഇവിടെ സത്യവ്രത മഹാരാജാവിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ് നമ്മുടെ മത്സ്യപുരാണമായിട്ട് പിന്നീട് നമുക്ക് ലഭിച്ചത്. ഇപ്പൊ മത്സ്യപുരാണം ഈ പറയുന്ന സത്യവ്രത മഹാരാജാവിന്റെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമായിട്ട് ആ മത്സ്യാവതാര സ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ നൽകിയിരിക്കുന്ന മറുപടിയാണ്. അത് നമ്മൾ ഈ അവസരത്തിലൊന്ന് അറിഞ്ഞിരിക്കണം. പിന്നെന്താണ്? പ്രളയാവസാനത്തിൽ ഭഗവാൻ അസുരനെ വധിച്ച് വേദത്തെ വീണ്ടെടുക്കേണ്ടായി. ആ 7 ദിവസം കൊണ്ടാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ അതിന്റെ അവസാനത്ത് നിന്ന് എന്താണ്? അദ്ദേഹത്തിന് ഹയഗ്രീവൻ എന്ന് പറയുന്ന ആ അസുരനെ ഭഗവാൻ നിഗ്രഹിക്കുന്നുണ്ട്, എന്നിട്ട് വേദത്തെ വീണ്ടെടുക്കുന്നുണ്ട്. അപ്പൊ അസുരര് വാസ്തവത്തിൽ എവിടെയാണ്? രസാതലത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണ്. രസാതലത്തിൽ താമസിക്കുന്ന ആളുകളെയാണ് അസുരന്മാര് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? നാവിനെ രസിപ്പിക്കുന്നവർ. നാവിനെ രസിപ്പിക്കുന്നവർ എന്ന് പറഞ്ഞാലോ രുചി, ആഹാരം, അന്നവിചാരം, മുന്നവിചാരം, കാര്യവിചാരം, ഭിന്നവിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തിന് വേണ്ടി മാത്രം, എന്നുവെച്ചാൽ ആഹാരത്തിന് വേണ്ടി മാത്രം അവരെയാണ് ഇവിടെ അസുരന്മാര് എന്ന് പറയുന്നത്. കാരണം എന്താ? ഈ നാവിന് അടിമകള് ജനനേന്ദ്രിയത്തിനും അടിമകളായിട്ട് തീരും. കാരണം നാവും അതുപോലെ ജനനേന്ദ്രിയവും, എന്നുവെച്ചാൽ രസനേന്ദ്രിയവും ജനനേന്ദ്രിയവും ആളുകൾക്ക്, മനുഷ്യർക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന 2 ഇന്ദ്രിയങ്ങളാണ്. അത് രണ്ടും ജലതന്മാത്രയിൽ നിന്നും രൂപം കൊണ്ടിട്ടുള്ളവയാണ്. അപ്പൊ അതിന് നമുക്ക് ആഹാരത്തില്
വലിയ ആസക്തി, കൊതി, താല്പര്യം അതുള്ളവരെ സംബന്ധിച്ച് എന്താണ്, അവർക്ക് അപ്രകാരം തന്നെ നമ്മുടെ ആ സെക്സ് ബന്ധത്തിലും ആഗ്രഹം കൂടും എന്നാണ് നമുക്കിവിടെ വ്യക്തമാകുന്നത്. അങ്ങനെ വ്യക്തിബന്ധമെന്നും സെക്സ് ബന്ധമെന്നും വാസ്തവത്തിലെ ബന്ധം രണ്ടാണ്. അപ്പൊ നമ്മുടെ ആത്മീയതയില് വാസ്തവത്തിലെ ഈ സെക്സ് ബന്ധത്തെ നമ്മൾ എന്താണ് നിന്ദ്യമായിട്ടോ നികൃഷ്ടമായിട്ടോ ഒന്നും വാസ്തവത്തിൽ സൂചിപ്പിക്കുന്നില്ല. അങ്ങനെ സെക്സ് ബന്ധം അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് പൂർണ്ണമായി പാലിക്കുവാൻ കഴിയണമെങ്കിൽ ആ ബന്ധത്തിൽ നിന്നും പറഞ്ഞല്ലോ പ്രധാനമായിട്ട് സന്താനങ്ങളെ ജനിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുന്നതും വൈദിക ധർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നതും. അപ്പൊ അങ്ങനെ ആ സെക്സ് ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിൽ നിന്നൊരു ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിനോടും ആ കുഞ്ഞിന്റെ അച്ഛനമ്മമാരോടും പരസ്പരം ഉത്തരവാദിത്തം അവർക്ക് പുലർത്തുവാൻ സാധിക്കണമെങ്കിൽ, സംരക്ഷിക്കുവാൻ സാധിക്കണമെങ്കിൽ അത് ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ ഉള്ള ഒരു ബന്ധത്തിനെ സാധിക്കുകയുള്ളൂ. അതിൽ നിന്ന് പുറത്തുള്ള സെക്സ് ബന്ധത്തിന് എന്താണ് സൗഹൃദം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുമെങ്കിലും അവിടെ അതിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ സാധിച്ചുകൊള്ളണമെന്ന് നിർബന്ധമില്ല. ഇതിവിടെ എന്ത് തന്നെയായാലും ഇവിടെ നാവിന് അടിമകളെ ആയിരിക്കുന്ന ആളുകളെയാണ് ഇവിടെ അസുരന്മാരായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ. അപ്പൊ അതാണ് രസാതലത്തില് കുടിയിരിക്കുന്നവരാണ്, ഒളിച്ചിരിക്കുന്ന ആളുകളാണ് നമ്മുടെ ഈ അസുരന്മാര്. അപ്പോ ഇവിടെ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഭക്ഷണ നിയന്ത്രണം, മിതാഹാരം, വിശക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം ഒരു കൃത്യനിഷ്ഠയോടുകൂടി എന്താ പറയുക ആരോഗ്യവും അതുപോലെ ശാരീരികവും മാനസികവുമായിരിക്കുന്ന ഉണർവും ഉന്മേഷവും നമുക്ക് പ്രദാനം ചെയ്യുന്ന രീതിയിലുള്ള ആ ഔഷധാംശങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെ നിയന്ത്രണത്തോടു കൂടിയിട്ട് നമ്മൾ ആഹരിക്കണം. പിന്നെന്ത് ചെയ്യണം? ഈശ്വരനാമജപം, ആ ഒരു മൂലമന്ത്രം ഗുരുപദേശമായിട്ട് സ്വീകരിച്ച് അതിന്റെ അനുഷ്ഠാനമാകുമ്പോൾ എന്താണ് നമുക്ക് ബ്രഹ്മചര്യം നിലനിർത്തുവാൻ സാധിക്കും. എന്നുവെച്ചാൽ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് നമ്മുടെ 10 ഇന്ദ്രിയങ്ങളുടെയും മുകളിലുള്ള നിയന്ത്രണമാണ്. ഒറ്റവാക്യത്തിൽ അത് പറയുമ്പോൾ നമ്മുടെ മനോനിയന്ത്രണം തന്നെയാണ്, മനസ്സിന്റെ നിയന്ത്രണം തന്നെയാണ്. അപ്പൊ നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കണമെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ഭക്ഷണത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കണം. അപ്പോ പിന്നെ ഇവിടെ ഹയഗ്രീവൻ എന്ന് പറയുന്ന അസുരൻ എന്താണ്? കുതിരയുടെ കഴുത്തോടു കൂടിയിട്ടുള്ള അസുരനെയാണ് ഇവിടെ ഹയഗ്രീവാസുരൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളിലുള്ള ആസക്തിയാണ് കാണിക്കുന്നത്. അപ്പൊ കുതിര, അപ്പൊ ഇന്ദ്രിയങ്ങളെ കുതിരകളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അപ്പൊ ഈ കുതിരയ്ക്ക് ശരിയായ നിയന്ത്രണം, അതായത് കടിഞ്ഞാൺ ഇല്ലാതെ അതിനെ അനിയന്ത്രിതമായിട്ട് വിട്ടാലോ അത് അഗാധമായിരിക്കുന്ന കയങ്ങളിൽ അഗർത്ഥങ്ങളിലൊക്കെ വിട്ട് സ്വയം നശിക്കുവാൻ ഇടയുണ്ട്. നേരെ മറിച്ച് കുതിരയെ നല്ല നിയന്ത്രണത്തോടു കൂടിയിട്ട് നല്ലൊരു യോദ്ധാവ് പരിശീലകൻ മുന്നോട്ട് നയിക്കുകയാണെങ്കിലോ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്ന ഒരു ഉത്തമ വാഹനം കൂടിയാണ് നമ്മുടെ കുതിര. എന്നതുപോലെ നമ്മുടെ മനസ്സാകുന്ന ആ യജമാനനെ കൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിച്ച് നമ്മുടെ ഈ ശരീരത്തിൽ നമ്മൾ നമ്മുടെ ധർമ്മം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴോ നമുക്ക് നമ്മുടെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്ന പുരുഷാർത്ഥ ചതുഷ്ടയങ്ങളും ക്രമമായിട്ട് ആർജിക്കുവാൻ സാധിക്കും എന്നുള്ളതിൽ തർക്കമില്ല. അഹയഗ്രീവ വിദ്യ എന്നും പറഞ്ഞിട്ട് ശ്രീവിദ്യയുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് പറയേണ്ട സന്ദർഭമല്ല. പക്ഷെ ആ പേരൊന്ന് കേട്ടപ്പോഴൊന്നും ഇവിടെ ഓർത്തു. ദേവി ഭാഗവതത്തിൽ നമുക്ക് അതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ചർച്ചകൾ വരുന്നുണ്ട്. എന്തായാലും ഹയഗ്രീവൻ എന്ന് പറയുന്ന അസുരനെ വധിച്ചതിന് ശേഷം ഭഗവാൻ വേദം വീണ്ടെടുത്തു. അപ്പോ ഇവിടെ ഈ ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറക്കം എന്ന് പറയുന്നത് തമോ ഗുണമാണ്. ഇവിടെ ഉറക്കം ഉണർന്നു, ജാഗ്രതത്തിലേക്ക് വന്നു എന്നാ പറയുന്നത്. അപ്പോ എന്ന് വെച്ചാൽ ഇവിടെ ഭക്ഷണത്തിന്റെ നിന്ന് നമുക്ക് ഉറക്കം, മയക്കം ഉണ്ടാവുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് ഹയഗ്രീവ ഹനനത്തിൽ നിന്ന് നമ്മൾ എന്താണ് അറിയേണ്ടത്? അതായത് ഉണ്ണാൻ വേണ്ടി പണിയെടുക്കുന്ന സ്വഭാവം നശിപ്പിക്കുക.
ഇതാണ് ഹയഗ്രീവൻ എന്ന് പറയുന്ന അസുരനെ ഭഗവാൻ വധിച്ചു എന്ന് പറഞ്ഞാൽ ഉണ്ണുവാൻ വേണ്ടി മാത്രം പണിയെടുക്കുന്ന സ്വഭാവം. എന്ന് വെച്ചാൽ ഭോഗവൃത്തിയും സംഗ്രഹവൃത്തിയും ഇല്ലാതാക്കുക. അതാണ് ഇവിടെ ഭഗവാൻ ചെയ്തത്. അപ്പോ ഇവിടെ മത്സ്യമായിട്ടാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ മത്സ്യം വാസ്തവത്തിൽ എന്താണ്? ജ്ഞാതികാദികൾ എന്നതിനോടൊപ്പം തന്നെ മലം തിന്ന് ജീവിക്കുന്ന ജീവിയാണ്, വൃത്തികേടുകൾ തിന്ന് ജീവിക്കുന്ന ജീവിയാണ്. അപ്പൊ അങ്ങനെ മലം തിന്ന് ജീവിക്കുന്ന ജീവിയായിട്ട് തന്നെ ഭഗവാൻ ആദ്യം അവതരിച്ചു എന്ന് പറയുമ്പോഴോ ഉത്കൃഷ്ട നികൃഷ്ട ഭാവങ്ങൾ വാസ്തവത്തിൽ ഇല്ലാത്തതിനാൽ ഭഗവാൻ ആദ്യം തന്നെ മത്സ്യമായിട്ട് അവതരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ലോക പദാർത്ഥങ്ങളെല്ലാം ഉപാധികളെ കൊണ്ടാണ് വേറെ ആയിട്ടിരിക്കുന്നത്. വാസ്തവത്തില് സർവം എന്താണ്? ഈശ്വരനിലാണ് ഇരിക്കുന്നത്. എല്ലാം ഈശ്വരമയം തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്. കാരണം ഉപാധിയിൽ ഇരിക്കുന്നതും ചൈതന്യം മാത്രം. കാരണം നാമരൂപങ്ങള് വാസ്തവത്തിലെ ഉപാധികളാണ്. ഈ അസ്ഥിഭാതി പ്രിയം എന്നിവയോ ഉപഹിതവുമായിരിക്കുകയാണ്. ഉപാധിയും ഉപഹിതവും. അപ്പൊ ഉപഹിതം എന്ന് പറഞ്ഞാൽ അസ്ഥിഭാതി പ്രിയം എന്ന് വെച്ചാൽ സത്യം, ശിവം, സുന്ദരം, സത്യ, ചിത്ത്, ആനന്ദം. അതാണ് അസ്ഥിഭാതി പ്രിയം എന്ന് പറയുന്നത്. അതാണ് ഉപഹിതം. ഈ നാമരൂപങ്ങളോ അത് ഉപാധിയാണ്. അതായത് ഈ ശരീരമാകുന്ന ഉപാധി കൊണ്ട് നമുക്ക് ലോകം ഉള്ളതായിട്ട് തോന്നുകയാണ്. ശരീരബോധം പോയാലോ ലോകം ഇല്ല. കാരണം സമാധിയിലും സുഷുപ്തിയിലും ലോകമില്ല. എന്താണ്? സമാധിയിലും അതുപോലെ സുഷുപ്തിയിലും ലോകമില്ല. ഇപ്പൊ വാസ്തവത്തിൽ ആഭരണം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ സ്വർണം. ഈ സ്വർണത്തെ നമ്മൾ സ്വർണമായിട്ട് അറിയാതിരിക്കുമ്പോഴാണ് അതിന് മോതിരമായിട്ടും മാലയായിട്ടൊക്കെ അറിയുന്നത്. എന്നുപോലെ വാസ്തവത്തില് സർവേശ്വര ചൈതന്യം മാത്രമേ ഉള്ളൂ. എന്നാൽ ആ ചൈതന്യത്തെ അറിയാതിരിക്കുമ്പോൾ നമ്മൾ സ്ത്രീ എന്നും പുരുഷനെന്നും അച്ഛനെന്നും അമ്മയെന്നും അതുപോലെ ഭാര്യയെന്നും ഭർത്താവെന്നും അതുപോലെ സുഹൃത്തെന്നും മിത്രമെന്നും അതുപോലെ എന്താ പറയുക ശത്രുവെന്നും ഒക്കെയുള്ള രീതിയിൽ നമ്മൾ വേറായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം ശരീരബോധമാണ്. അപ്പൊ നമ്മുടെ സമാധിയിലും സുഷുപ്തിയിലും വാസ്തവത്തിൽ എന്താണ്? ലോകത്തിന്റെ അനുഭവമില്ല. അപ്പൊ ആ ഒരു മാനസികാവസ്ഥയെ നമുക്ക് പ്രാപിക്കുവാൻ വേണ്ടി വേണ്ടിയിട്ടാണ് സാധനകളും നമ്മുടെ ധർമ്മത്തില് അനുശാസിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ചെറിയ മത്സ്യം വലിയ മത്സ്യമായതായിട്ട് നമ്മൾ കണ്ടു. എന്ന് വെച്ചാൽ ബ്രഹ്മാകാര വൃത്തിയാണ്. വൃത്തി ബ്രഹ്മാകാരമായാൽ ഈശ്വരന്റെ സ്വരൂപജ്ഞാനം സ്വയം പ്രകാശിതമാകും. അതാണിപ്പോ ഇവിടെ ആ ഗുരുമുഖമായിട്ട് നമ്മൾ മന്ത്രം ഉപദേശമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അനുനിമിഷം ആവർത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ആത്മജ്ഞാനം ഉണരുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ സ്വയം ഈശ്വരനായിട്ട് അങ്ങനെ ഭജിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഗുരു നമുക്ക് ഉപദേശിക്കും എങ്ങനെ ഉപാസിക്കണം, എങ്ങനെ ഉപാസിച്ചുകൂടാം, എങ്ങനെ ജപിക്കണം, എങ്ങനെ ജപിച്ചുകൂടാം എന്നൊക്കെയുള്ള വിധി ഗുരുമുഖമായിട്ട് നമ്മൾ ഏകാന്തത്തിൽ നിന്ന് ദീക്ഷയായിട്ട് സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇനി ഇവിടെ പിന്നെ അപ്പോൾ മത്സ്യം വാസ്തവത്തിൽ മലം തിന്ന് ജീവിക്കാമെന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ അപ്പൊ വാസ്തവത്തിൽ രണ്ട് മലം ഉണ്ട്. എന്താണ് രണ്ട് മലം? മനസ്സിലെ വിക്ഷേപവും ആവരണവുമാണ് മനസ്സിലെ രണ്ട് മലം എന്ന് പറയുന്നത്. വിക്ഷേപം എന്ന് പറയുന്നത് ഇളക്കവും ആവരണം എന്ന് പറയുന്നത് മയക്കവുമാണ്. എന്ന് വെച്ചാൽ രജോ ഗുണവും തമോ ഗുണവും. അപ്പോ ഈശ്വര സത്തയിലെ വിക്ഷേപമാണ് ഈ ലോകത്തിലെ ഏത് പദാർത്ഥവും എന്ന് നമുക്ക് ബോധിക്കുവാൻ സാധിക്കണം. ഇപ്പൊ ബ്രഹ്മാകാര വൃത്തിയിൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന വിക്ഷേപവും അതുപോലെ മയക്കവും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബ്രഹ്മാകാര വൃത്തി നമുക്ക് ഉണർത്തുവാൻ സാധിച്ചാൽ തന്നെ മന്ത്രം ജപിച്ച് സാധന ചെയ്ത് അല്ലെങ്കിൽ സത്യം ബോധിച്ചു കഴിഞ്ഞാൽ എന്താണ്? പിന്നെ നമുക്ക് മയക്കവും അതുപോലെയുള്ള ഈ ആവരണം അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല. അപ്പൊ മനസ്സ് ഏകാഗ്രമാക്കി പ്രവർത്തിക്കുവാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്കിവിടെ ഉറക്കം ഉണ്ടാകുന്നത്. അതാണ് ബ്രഹ്മദേവൻ ഉറങ്ങിയപ്പോൾ, അതാണ് ഇവിടെ ഉറക്കത്തെക്കുറിച്ച് പറയാൻ കാരണം. ആ ഉറങ്ങിയപ്പോഴാണല്ലോ വേദത്തെ അപഹരിച്ചത്. അപ്പൊ ഉറക്കത്തിന് കാരണം നമ്മുടെ മനസ്സിനെ നമുക്ക് ഏകാഗ്രമാക്കി പ്രവർത്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞങ്ങൾ സ്വാമിമാരൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പലരും ഇങ്ങനെ കൂട്ടുവായി ഇടുന്നത് ഉറക്കാൻ തോന്നുന്നതൊക്കെ കാണാം. പലരും നല്ല സുഖസുഷുപ്തി ആയിരിക്കും.
എന്താണ് അവർക്ക് അത്രയും താല്പര്യം അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അങ്ങോട്ട് വരുന്നില്ല. കാരണം ഉള്ളതിനെ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ നമുക്ക് കേൾക്കേണ്ടതോ ഇല്ലാത്തതിനെ കുറിച്ചാണ്. എന്തായാലും മനസ്സൊന്നിൽ ഏകാഗ്രമാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കാത്തപ്പോൾ ഉറക്കം വരികയാണ്. അപ്പൊ ധ്യാനം കൊണ്ട് വിക്ഷേപവും ബ്രഹ്മാകാര വൃത്തി കൊണ്ട് ആവരണവും നമുക്ക് മാറ്റാം എന്നുള്ളതാണ് നമ്മുടെ ഒരു സൗഭാഗ്യം. അപ്പൊ അതല്ലേ എന്താണ് സത്യം പരം ധീമഹി എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മുടെ ഒന്നാമത്തെ സ്കന്ധത്തിലെ ആദ്യത്തെ ശ്ലോകം തന്നെ ഏകശ്ലോകി ഭാഗവതം തന്നെ ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 8ാമത്തിലെ അധ്യായത്തിലെ എല്ലാ കഥകളും ആ കഥകളിലെ ആശയങ്ങളും നമ്മളിപ്പോ ഇവിടെ ഏകദേശമായിട്ട് വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഈ ഭാഗവത ധ്യാനത്തിൽ. ഇനിയും നമുക്ക് 9ാമത്തെ സ്കന്ധത്തിലെ ആശയങ്ങളെ കുറിച്ചിട്ടാണ് വിചാരം ചെയ്യുവാനായിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ടത് ഗുരുമുഖമായിട്ടൊരു മന്ത്രത്തെ സ്വീകരിച്ച് ആ മന്ത്രത്തെ ജപിക്കുകയും ആ ഈശ്വരന്റെ രൂപത്തെ ധ്യാനിക്കുകയും നമ്മൾ ചെയ്യുന്ന ധർമ്മമെല്ലാം ആചരിക്കുന്ന ധർമ്മമെല്ലാം അത് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് എന്നുള്ള മനോഭാവത്തോടുകൂടി നമ്മുടെ സ്വധർമ്മം നിർഭയമായിട്ട് ആചരിച്ചു പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം സഫലമാകും എന്ന് തന്നെയാണ് ഈ ഭാഗവത ധ്യാനം നമുക്ക് അറിയിപ്പിക്കുന്നത്. ഇനിയും നമുക്ക്